തൃക്കാക്കര മാവേലിപുരത്ത് 12 വയസ്സുകാരി 20 അടി താഴ്ചയിൽ വീണ് മരിച്ച സംഭവത്തിൽ പരസ്പരം പഴിചാരി മുനിസിപ്പാലിറ്റിയും ഫ്ളാറ്റ് അസോസിയേഷനും. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നും 1 വർഷം മുൻപ് പരാതി കൊടുത്തെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഫ്ളാറ്റ് അസോസിയേഷനും പറയുന്നു. സ്വകാര്യ വസ്തുവായതിനാൽ കുഴി ഫ്ളാറ്റ് അസോസിയേഷന്റെ ഉത്തരവാദിത്തമാണെന്ന് കൗൺസിലറും പറയുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം 4:30 അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. തൃക്കാക്കരയ്ക്കടുത്തുള്ള മാവേലിപുരത്തെ ഗുഡ് എർത്ത് ഫ്ളാറ്റിൽ താമസിക്കുന്ന റിഹാന എന്ന 12 വയസ്സുകാരിക്കാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. സഹോദരനൊപ്പം സൈക്കിൾ ചവിട്ടി വരുന്നതിനിടെ ഇവിടെ നിന്നും അബദ്ധത്തിലേക്ക് താഴെ വീണ് മരിക്കുകയായിരുന്നു. ഈ റോഡ് തിരിഞ്ഞ് നേരെ വന്ന് ഇങ്ങനെ അബദ്ധത്തിൽ താഴെ വീഴുകയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ തൽക്ഷണം എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. അതിദാരുണമായൊരു സംഭവം തന്നെയാണ്. കൊല്ലംകൊടി മുകളിലെ വിദ്യാജ്യോതി പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി കൂടിയായിരുന്നു ഈ റിഹാന. ഈ റോഡ് പണിയാൻ നേരം ഇതിൻ്റെ വീതി കൂട്ടിയപ്പോൾ സംരക്ഷണ ഭിത്തി പണിതില്ല എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണിത് കൗൺസിലർ? ആക്ച്വലി ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് മുനിസിപ്പാലിറ്റിക്ക് ഒരിതും ചെയ്യാൻ പറ്റില്ല. ഇവരായിരുന്നു സൈഡ് വാൾ കെട്ടി സേഫ്റ്റി ആക്കേണ്ടത്. മുനിസിപ്പാലിറ്റി ഇവരെ അറിയിച്ചപ്പോൾ ഇവർക്ക് ഈ സ്ഥലം വിട്ടു കൊടുക്കാറുണ്ട്. ഇവരത് കൊടുത്തില്ല, അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ചെയ്തില്ല. അപ്പോൾ ഇത് ഫ്ളാറ്റ് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മുനിസിപ്പാലിറ്റി പറയുമ്പോൾ അതങ്ങനെയല്ല, മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഫ്ളാറ്റ് അധികൃതരും പറയുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡെന്ന് പറയുന്നത് 2ാമത് മണ്ണിട്ട് പൊക്കിയ റോഡാണ്. അന്ന് പൊക്കിയെന്ന് തന്നെ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. മുനിസിപ്പാലിറ്റിക്ക് റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. ക്രാഷ് ബാരിയർ പണിയണമെന്ന് പറഞ്ഞ് നമ്മളൊരു ഗ്രാഫിക്സ് അടക്കമുള്ള ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ റോഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഈ റോഡ് ഫോം ചെയ്തപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഹൈറ്റ് കൂട്ടി അവർ വേറെ അവിടെ ഒരു സുരക്ഷയില്ലാണ്ട് ആ രീതിയിലേക്ക് മാറിയത്. നമ്മുടെ ഭിത്തിയിൽ നിന്ന് ഒരു 60 സെൻറ്റിമീറ്റർ മാറി അവിടെ നമുക്കൊരു സംരക്ഷണ വിധി വരണം. കാറ് വന്നിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കും വന്ന് വീഴാത്തൊരു ഇത്. കാരണം അത് വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ താഴെ കുട്ടികൾ കളിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അത് നമുക്ക് അപകടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലയിൻ്റാണ് നമ്മൾ കൊടുത്തതും. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം നിലവിൽ പാലാരിവട്ടത്തെ ആശുപത്രിയിൽ ആണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ജോയ്സിയാറിനൊപ്പം സ്നേഹ മോളേനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.